നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻസ് തന്നത് ഡിസ്കസ് ചെയ്യുകയാണ്. Write the program to read the marks of 3 subjects for the students in a class. ഓക്കെ, അതിൻ്റെ അകത്ത് 4 സ്റ്റുഡൻസിനെ മാത്രം, നമുക്ക് n സ്റ്റുഡൻസിനെ ചെയ്യാം, പക്ഷേ തൽക്കാലം 4 സ്റ്റുഡൻസിനെ വെച്ചിട്ടില്ല. അപ്പോൾ അതായത് 4 റോസും 3 കോളംസും അതാണ് മീൻ ചെയ്തത്. അതിൻ്റെ മാർക്സ് റീഡ് ചെയ്യാനും ആ മാർക്സ് പ്രിൻ്റ് ചെയ്യാനും വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ആദ്യമേ ആ പ്രോഗ്രാം നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ ആദ്യം നമ്മൾ മെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നു. ആദ്യം നമുക്ക് അറേ വേണം, മാർക്സ്. ഓക്കെ, മാർക്സ് എത്രയാണ് നമുക്കറിയാം. 4 റോസും 3 കോളംസുമാണ് വേണ്ടത്. 3 സബ്ജക്റ്റും 4 സ്റ്റുഡൻസുമാണ്. അപ്പോൾ ചെയ്യാം. അല്ല, n സ്റ്റുഡൻസിൻ്റെ ആണെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് കുറച്ചും കൂടി കൂടുതൽ റോസ് മാർക്ക് ചെയ്യുക, അതിനനുസരിച്ച് റീഡ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ മാർക്സ് ഡിക്ലെയർ ചെയ്യുന്നു. 2 ലൂപ്പ് വേണം എന്ന് നമുക്കറിയാം. ഐയും ജെയും ഡിക്ലെയർ ചെയ്യുന്നു. തൽക്കാലം അത്രയും ഡിക്ലെയർ ചെയ്യുന്നു. ഇനി നമ്മുടെ എൻ്റെ മാർക്സ് മാർക്സിനെ എൻറ്റർ ചെയ്യുന്നു. മാർക്സ് എൻ്റെ മാർക്സ് for i is equal to 0 ആദ്യത്തെ ലൂപ്പ്. for i is equal to 0 i less than n i plus plus. ഇവിടെ n അല്ല, നമ്മൾ അറിയാം നമ്പർ ഓഫ് റോസ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ആണ്, നമ്പർ ഓഫ് 4. ഓക്കെ, അപ്പം അതിന് ശേഷം നമ്മൾ 4 ഇവിടെ ഇന്നർ ലൂപ്പ് നമ്മൾ ജെയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ജെ ഈസ് ഈക്വൽ ടു 0, ജെ ലെസ് ദാൻ, അവിടെ നമ്പർ ഓഫ് സബ്ജക്ട്സ് ആണ് എന്നത്. അപ്പം ജെ ലെസ് ദാൻ 3, ജെ പ്ലസ് പ്ലസ്. ഇനി നമ്മൾ റീഡ് ചെയ്യുക scanf %g, ആംപർസെൻറ്റ് എ അല്ല മാർക്സ്, മാർക്സ് ഐ ജെ. ഓക്കെ, റീഡ് ചെയ്യുന്നു. അപ്പം എല്ലാ എലമെൻസിനെയും റീഡ് ചെയ്യുന്നു. അപ്പോൾ ഇനി നമ്മൾ ഈ എല്ലാ എലമെൻസിനെയും പ്രിൻ്റ് ചെയ്യാനാണെങ്കിൽ ഇതിൻ്റെ ജസ്റ്റ് ഒരു കോപ്പി എടുക്കുക. പിന്നെ മാർക്സ് ഓഫ് സ്റ്റുഡൻസ് ആർ. ഇതേപോലെ തന്നെ ഇവിടെ സ്കാനഫിന് പകരം നമ്മൾ പ്രിൻ്റ് എഫ് കൊടുക്കുന്നു. പ്രിൻ്റ് എഫ് ബ്രാക്കറ്റിൽ കൊട്ടേഷൻ %d എല്ലാം ശരിനെ ഒരു സ്പേസ് ഇട്ട് പ്രിൻ്റ് ചെയ്യാം. ഓക്കെ, ആംപർസെൻറ്റ് വേണ്ട. ഇപ്പം മാർക്സ് ഐ ജെ. ഇപ്പം എല്ലാ മാർക്കുകളും നമ്മൾ പ്രിൻ്റ് ചെയ്യണം. ഇത്രയേ ഉള്ളൂ. നമ്മൾ പിന്നെ ലൂപ്പിനെ റീഡ് ചെയ്യുന്നു, ലൂപ്പിനെ പ്രിൻ്റ് ചെയ്യുന്നു. ഓക്കെ, 2 ലൂപ്പ് ഉപയോഗിച്ച് റീഡിങ്, 2 ലൂപ്പ് ഉപയോഗിച്ച് പ്രിൻ്റ് ചെയ്യുന്നു. ഇത്രയുമാണ് അവിടെ സംഭവിക്കുന്നത്. അപ്പം നമുക്ക് അതൊന്ന് റൺ ചെയ്ത് നോക്കാം. cl marks dot c. ഓക്കെ, അത് എക്സിക്യൂട്ട് ചെയ്തു, കമ്പൈൽ ചെയ്തു. ഇനി അതിനെ റൺ ചെയ്യുക. മാർക്സ് എൻ്റർ ദ മാർക്സ്. മാർക്സ് എൻ്റർ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. 56, 12 മാർക്കുകളാണ് എൻ്റർ ചെയ്യുന്നത്. 56, 76. എല്ലാ മാർക്കുകളും എൻ്റർ ചെയ്തു. ഞാൻ ഓരോ ഇതായിട്ട് ഞാനൊരു സ്പേസ് ഇട്ടത് കൊണ്ടാണ് സ്പേസ് ഇട്ട് പറയുന്നത്. /n ആണ് കൊടുത്തെങ്കിൽ ഓരോ ലൈനിലാക്കി പ്രിൻ്റ് ചെയ്തത്. ഓക്കെ, മാർക്സ് ഓഫ് സ്റ്റുഡൻസ് ആർ എന്ന് പറഞ്ഞിട്ട് എല്ലാ മാർക്കുകളും അവിടെ പ്രിൻ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ അതാണ് സംഭവിച്ചത്. അപ്പോൾ ഇപ്പോൾ നോക്കിക്കേ, നമുക്കൊരു ക്ലാരിറ്റി. ജസ്റ്റ് പ്രോംപ്റ്റ് ചെയ്തു, ആ മാർക്കുകളെല്ലാം അങ്ങ് എൻ്റർ ചെയ്തു. അപ്പോൾ ഞാൻ അതിന് പകരം എനിക്ക് ഇങ്ങനെ വേണമെന്ന് വിചാരിക്കുക. സ്റ്റുഡൻറ്റ് ഒന്നാമത്തെ റോൾ നമ്പർ സ്റ്റുഡൻറ്റിൻ്റെ മാർക്കുകൾ എൻ്റർ ചെയ്യൂ, രണ്ടാമത്തെ സ്റ്റുഡൻറ്റിൻ്റെ മാർക്കുകൾ എൻ്റർ ചെയ്യൂ. നമുക്കറിയാം ഓരോ റോയും ഒരു സ്റ്റുഡൻറ്റിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇത് ഓരോ റോയിനെ
തരുന്ന ഫോർ ലൂപ്പാണ്, എൻ്റർ ചെയ്യുന്ന ഫോർ ലൂപ്പാണ്. അപ്പോൾ 0th റോ, ഫസ്റ്റ് റോ, സെക്കൻഡ് റോ അങ്ങനെ ആയിട്ട് പോകും അല്ലേ. അപ്പോൾ അവിടെ അതിൻ്റെ അകത്ത് നമ്മളൊരു കേളി ബ്രാക്കറ്റ്സ് കൊടുത്ത് അതിൻ്റെ അകത്ത് നമ്മൾ എൻ്റർ ചെയ്യണം printf enter marks of roll number. റോ എന്നൊക്കെ പറയുകയാണെങ്കിൽ റോൾ നമ്പർ 1 2 ആണ് ശരിക്കും പറഞ്ഞത്. റോൾ നമ്പർ %d, റോൾ നമ്പർ 1, റോൾ നമ്പർ 2 അങ്ങനെ പോകണം. ഓക്കെ, അപ്പം ഇവിടെ 0th റോ ആണെങ്കിലും അത് റോൾ നമ്പർ 1-ൻ്റെയാണ്. അപ്പം ശരിക്കും i+1 വേണം, ശരിയല്ലേ. അപ്പോൾ ആദ്യം നമുക്ക് 0 വരുമ്പം റോൾ നമ്പർ 1 ആണ്, 1 വരുമ്പോൾ റോൾ നമ്പർ 2 ആണ്, അങ്ങനെയായിട്ട് അത് വരും. ഇനി ഈ മുകളിൽ കിടക്കുന്ന ഇതിൻ്റെ ആവശ്യമില്ല, അകത്ത് നമ്മൾ ഓരോ റോയ്ക്കും കൊടുക്കുകയാണ്. ഓക്കെ, ഓരോ റോയ്ക്കും കൊടുക്കും. എൻ്റർ മാർക്സ് ഓഫ് റോൾ നമ്പർ i+1. ഓക്കെ, റോൾ നമ്പർ %d എന്ന് നമ്മൾ എല്ലാവരെയും റീഡ് ചെയ്യുന്നു. ഈ ബ്രാക്കറ്റ് ഇവിടെ നമ്മൾ ക്ലോസ് ചെയ്യുന്നു. ഓക്കെ, അപ്പം ഓരോ ഇതിനെയും റീഡ് ചെയ്യുന്നു. ഈ ഫോർ ലൂപ്പിൻ്റെ അകത്ത് ആകെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് മാത്രമേ ഉള്ളൂ. ഈ ഫോർ ലൂപ്പിൻ്റെ അകത്ത് ഇതുമുണ്ട്, ഇതുമുണ്ട്. ഓക്കെ, ദെൻ ഇനി മാർക്സ് പ്രിൻ്റ് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഇത് നമുക്ക് കറക്റ്റായിട്ട് വരുന്നുണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് കമ്പൈൽ ചെയ്ത് നോക്കാം. കമ്പൈൽ ചെയ്തു, എറർ ഫ്രീ ആണ്, റൺ ചെയ്യുന്നു. എൻ്റർ മാർക്സ് ഓഫ് റോൾ നമ്പർ 1 ഞാൻ എൻ്റർ ചെയ്യാണ്. ഉണ്ടോ, അവിടെ ഒരു കോളൻ കൊടുക്കാത്തതിൻ്റെതാണ് ആ ഒരു ഇത്. ഓക്കെ, ഇവിടെ നമുക്ക് റോൾ നമ്പർ 1 ഇവിടെ ഒരു കോളനും കൂടി കൊടുക്കാം. ഓക്കെ, അപ്പം അതവിടെ അതേ രീതിയിൽ തന്നെ വരും. ഓക്കെ, നമുക്ക് ഇതിന് അതേപോലെ തന്നെ റോൾ നമ്പർ 1 എന്ന് ചോദിക്കുന്നതാണല്ലോ. അപ്പോൾ ഇനി ഇവിടെ ഈ പ്രിൻ്റ് ചെയ്യുമ്പോഴും അതേ കണക്ക് വരണമെങ്കിൽ ഇതേപോലെ തന്നെ നമുക്ക് ഇവിടെ നമുക്ക് കൊടുക്കാം. മാർക്സ് ഓഫ് റോൾ നമ്പർ 1 ഈസ് അല്ലെങ്കിൽ ആർ. ഓക്കെ, റോൾ നമ്പർ 1 ആർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ സെയിം ലൈനിൽ തന്നെ പ്രിൻ്റ് ചെയ്യും. സ്ലാഷ് എന്ന് കൊടുത്താൽ അടുത്ത ലൈനിൽ പ്രിൻ്റ് ചെയ്യും. ഇത് സെയിം ലൈനിൽ തന്നെ പ്രിൻ്റ് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാ ഇതും മാർക്ക് ചെയ്തു. എന്നിട്ട് ഇത്രയും മതിയോ? കാര്യം മാർക്സ് ഓഫ് റോൾ നമ്പർ 1 എന്ന് പറഞ്ഞിട്ട് ഈ മാർക്കുകൾ എല്ലാം 3 എണ്ണവും പ്രിൻ്റ് ചെയ്യും. 3 എണ്ണം പ്രിൻ്റ് ചെയ്യുമ്പം സ്പേസ് ഇട്ട് അതിൻ്റെ വാല്യൂസ് പ്രിൻ്റ് ചെയ്യും. അതിനുശേഷം നമ്മൾ സെയിം ലൈനിൽ തന്നെ മാർക്സ് ഓഫ് റോൾ നമ്പർ 2 ആർ എന്നും പറഞ്ഞാൽ പോവുക. നമുക്കത് പോരാ, അത് അടുത്ത ലൈനിൽ പോകണം. റോൾ നമ്പർ 2ൻ്റെത് അടുത്ത ലൈനിലായിരിക്കണം പ്രിൻ്റ് ചെയ്യേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യണം, ഒരു ന്യൂ ലൈൻ വേണം. ന്യൂ ലൈൻ എവിടെ കൊടുക്കണം, നമ്മൾ ഇത് കഴിഞ്ഞിട്ട് അടുത്ത റോയിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു ന്യൂ ലൈൻ ക്യാരക്ടർ കൊടുക്കണം. printf. ഓക്കെ, അപ്പം ന്യൂ ലൈൻ. അപ്പോൾ ഈ ഫോർ ലൂപ്പിൻ്റെ അകത്ത് നേരത്തെ പോലെ ഇത് മാത്രമേ ഉള്ളൂ ആ ലൈനിൽ പ്രിൻ്റ് ചെയ്യുന്നത്. ആ റോ മുഴുവൻ പ്രിൻ്റ് ചെയ്തതിന് ശേഷം അടുത്ത റോയിലേക്ക് പോകുന്ന അടുത്ത സ്റ്റുഡൻറ്റിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു ന്യൂ ലൈനും കൂടെ കൊടുത്തു. അപ്പോൾ ആ ന്യൂ ലൈൻ പ്രിൻ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് ശരിക്കും സംഭവിക്കുന്നത്. അപ്പോൾ ഇതിനെ നമുക്കിനി ഒന്ന് നമുക്ക് കമ്പൈൽ ചെയ്ത് പ്രിൻ്റ് ചെയ്ത് നോക്കാം. എൻ്റർ മാർക്സ് ഓഫ് റോൾ നമ്പർ 1 ഞാൻ തന്നെ കൊടുക്കാം. എൻ്റർ മാർക്സ് ഓഫ് റോൾ നമ്പർ 2 3 എണ്ണം അല്ലേ, 3 എണ്ണം കൊടുക്കുമ്പോൾ ഇത് താഴെ വേണമെങ്കിൽ എൻ്റർ ചെയ്യാം. ഞാനിത് ഇങ്ങനെ കൊടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, റോൾ നമ്പർ 3, റോൾ നമ്പർ 4, മാർക്സ് ഓഫ് സ്റ്റുഡൻസ് ആർ എന്ന് പറഞ്ഞിട്ട് മാർക്സ് ഓഫ് റോൾ നമ്പർ 1 ആർ
നമ്മൾ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ പ്രോഗ്രാമിൻ്റെത് ഡിസ്കഷൻ കഴിഞ്ഞു. ഇനി നമുക്ക് അതിൻ്റെ അകത്ത് 2 പ്രോഗ്രാം കൂടി ഉണ്ടായിരുന്നു. നേരത്തെ പ്രോഗ്രാം ഓൾട്ടർ ചെയ്തിട്ട് ക്ലാസ് ആവറേജ് സബ്ജക്ട്സ് വൈസ് കണ്ടുപിടിക്കാനും അതുപോലെ ഓരോ കുട്ടിയുടെ പെർസെൻറ്റേജ് കണ്ടുപിടിക്കാനും. അതിനകത്ത് 3ാമത്തെ പ്രോഗ്രാം അതായത് പെർസെൻറ്റേജ് കണ്ടുപിടിക്കാനുള്ളതാണ് ഞാൻ ആദ്യം ചെയ്യുന്നത്. ഫൈൻഡ് ദ പെർസെൻറ്റേജ് ഓഫ് ഈച്ച് സ്റ്റുഡൻറ്റ്. ഓരോ സ്റ്റുഡൻറ്റിൻ്റെയും പെർസെൻറ്റേജ് കണ്ടുപിടിക്കുക. അപ്പം ഓരോ മാർക്കും നമ്മൾ 100-ലാണ് എങ്കിൽ ഇപ്പോൾ പെർസെൻറ്റേജ് കണ്ടുപിടിക്കാൻ നമുക്കറിയാം മാർക്കിനെ ആഡ് ചെയ്യുക ഡിവൈഡഡ് ബൈ ടോട്ടൽ മാർക്സ്. അപ്പം 3 മാർക്കും 100-ലായതുകൊണ്ട് മാക്സിമം മാർക്സ് ഈസ് 300. ഓക്കെ, അപ്പം 300 അപ്പം ആഡ് ദ മാർക്സ് ഡിവൈഡഡ് ബൈ 300 ടോട്ടൽ ഇൻറ്റു 100. അതാണ് അതിൻ്റെ മാർക്ക് എന്ന് പറയുന്നത്. സോ വിൽ സീ ഹൗ ടു ഡു ഇറ്റ്. ഓക്കെ, നമുക്കിത് പിന്നെ ജസ്റ്റ് ഞാനിത് ഒന്നും കൂടി നമ്മൾ ചെയ്യാണ്. ഇൻറ്റ് നമുക്കൊരു അറേ വേണം അതിനകത്ത്. അപ്പോൾ അത് നമ്മൾ നേരത്തെ നമ്മൾ ചെയ്തത് നമുക്ക് റോൾ നമ്പർ വൈസ് മാർക്സിനെ എൻ്റർ ചെയ്ത് അതിനെ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ അത് മാറ്റിയിട്ട് നമ്മളിവിടെ അതിനെ സമ്മ് കണ്ടുപിടിക്കാനാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഞാനിപ്പോൾ സമ്മ് കണ്ടുപിടിക്കാനും പെർസെൻറ്റേജ് കണ്ടുപിടിക്കാനുമുള്ള 2 വേരിയബിൾസും കൂടി ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ പിന്നെ അടുത്തതായിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ സമ്മ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ എഗെയിൻ ഐ നീഡ് എ ലൂപ്പ്. ഓക്കെ, നേരത്തെ പോലെ തന്നെ for I is equal to 0, I less than 4, I plus plus. അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് ചെയ്യാനുള്ളത് ഓരോ പ്രാവശ്യവും ഓക്കെ സമചീരാക്കണം. അതിന് മുന്നേ നമ്മൾ ഇന്നർ ലൂപ്പ് for j is equal to 0, j less than 3, j plus plus again. നമ്മൾ എന്ത് ചെയ്യണം? സമ്മ് ചെയ്യണം. സം is equal to സം പ്ലസ് മാർക്സ് ij. അപ്പോൾ ആ റോയിലുള്ള എല്ലാ മാർക്കുകളും നമ്മൾ ആഡ് ചെയ്യണം. ആ പർട്ടിക്കുലർ സ്റ്റുഡൻറ്റിൻ്റെ എല്ലാ മാർക്കുകളും 0th റോയിലുള്ളത് ഫസ്റ്റ് സ്റ്റുഡൻറ്റിൻ്റെ മാർക്കാണ്. അപ്പോൾ അയാളുടെ 0, 0, 0, 1, 0, 2 വരെയുള്ള 3 മാർക്കുകളും ഇതിനകത്തേക്ക് സമ്മിലേക്ക് ആഡ് ചെയ്യുക. ഓക്കെ, അപ്പം ഈ ലൂപ്പ് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കയ്യിൽ ആ സ്റ്റുഡൻറ്റിൻ്റെ എല്ലാ മാർക്കുകളും നമ്മുടെ സമ്മിലുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം? ഇനി ഞാൻ പെർസെൻറ്റേജ് കണ്ടുപിടിക്കണം. പെർസെൻറ്റേജ് is equal to sum by 300 into 100. ഓക്കെ, ഇതാണ് പെർസെൻറ്റേജ് കണ്ടുപിടിച്ചത്. അപ്പോൾ ഇനി നമ്മൾ ഇതിൻ്റെ അകത്ത് തന്നെ നമ്മൾ പ്രിൻറ്റ് ചെയ്യുകയും കൂടി ചെയ്യുക. പ്രിൻ്റ് എഫ് ഓരോ സ്റ്റുഡൻറ്റിൻ്റെയും നമ്മൾ പ്രിൻറ്റ് ചെയ്യണ്ടേ. അപ്പം നമ്മൾ ഈ ലൂപ്പിൻ്റെ അകത്ത് തന്നെ ചെയ്യുക. ആ പർട്ടിക്കുലർ സ്റ്റുഡൻറ്റിൻ്റെതാണ് നമ്മൾ ചെയ്യുന്നത്. 0th റോ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സ്റ്റുഡൻ്റായി. ആ സ്റ്റുഡൻറ്റിൻ്റെ മാർക്കുകളെല്ലാം എടുത്തു, ആ മാർക്കിലേക്ക് ആഡ് ചെയ്തു, സമ്മിലേക്ക് ആഡ് ചെയ്തു, എല്ലാ മാർക്കുകളും സമ്മിലേക്ക് ആഡ് ചെയ്തു. ആ സ്റ്റുഡൻറ്റിൻ്റെ പെർസെൻറ്റേജ് കണ്ടുപിടിച്ചു. ആ സ്റ്റുഡൻറ്റിൻ്റെ പെർസെൻറ്റേജ് കണ്ടുപിടിച്ചു. അപ്പോൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ സമ്മാണ്. ഇവിടുന്ന് സമ്മ് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടാണ് ഞാൻ ആ പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്തത്. ഇനി ഞാൻ അതിൻ്റെ പെർസെൻറ്റേജ് പ്രിൻ്റ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ സമ്മും പെർസെൻറ്റേജും കൂടെ പ്രിൻ്റ് ചെയ്യാം. സം ഓഫ് ഇവിടെ സ്റ്റുഡൻറ്റ്
roll number 1, roll number percentage D, roll number percentage D. Okay, sum is equal to percentage F percentage is equal to percentage F quotation close. Okay, comma. അപ്പം ആദ്യം റോൾ നമ്പർ ആകുമ്പം ആ ഐ ആണ് I+1. അപ്പം 1 എന്ന് വരാൻ വേണ്ടി I+1 കൊടുക്കുന്നു. ദെൻ 0യിൽ തുടങ്ങുന്നതുകൊണ്ട് I+1 കൊടുക്കുന്നു. ഇനി സം എന്ന് പറയുന്നത് നമ്മൾ സം കോമ പെർസെൻറ്റേജ്. ഓക്കെ, ഞാൻ കമ്പൈൽ ചെയ്യുക, റൺ ചെയ്യുക. റോൾ നമ്പർ 1ൻ്റെ മാർക്ക് 25, 50, 75, 50, 50, 50. റോൾ നമ്പർ 3യുടെ മാർക്ക് 100, 100, 100. റോൾ നമ്പർ 4ൻ്റെ മാർക്ക് 10, 20, 30. എളുപ്പത്തിന് വേണ്ടിയിട്ട് എല്ലാം റൗണ്ട് ഫിഗേഴ്സ് കൊടുത്തതാണ്. എന്തൊരു എററുണ്ടല്ലോ. അടുത്ത ലൈനിലേക്ക് ഓരോന്നും പോയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നമുക്ക് ഒരു സ്ലാഷ് നമുക്ക് ഇത് കഴിഞ്ഞിട്ട് ഒരു സ്ലാഷ് n കൊടുക്കാം. ഓരോന്നും പ്രിൻ്റ് ചെയ്തിട്ട് അടുത്ത ലൈനിലേക്ക് പോകുന്നത്. ഓക്കെ, ഓക്കെ. ഇനി അപ്പോൾ പെർസെൻറ്റേജ് സം ആഡ് ചെയ്തു, സം പ്ലസ് പെർസെൻറ്റേജ് ഡി, റോൾ നമ്പറിൻ്റെ പെർസെൻറ്റേജ് എഫ്. ശരിയാണല്ലോ. പിന്നെന്താണ്, സമ്മ് നമ്മൾ ഇനിഷ്യലൈസ് ചെയ്തിട്ടില്ല. ഓക്കെ, സമ്മ് നമുക്ക് ഇനിഷ്യലൈസ് ചെയ്യണം. ഓക്കെ, സം ഇനിഷ്യലൈസ് ചെയ്യണം. പക്ഷേ ഇവിടെ മാത്രം പോരല്ലോ, ഇവിടെ ഓരോ കുട്ടിക്കും നമുക്ക് ചെയ്യാം. ഒന്ന് റൺ ചെയ്ത് നോക്കാം. റോൾ നമ്പർ 1 25, 50, 75, 50, 50, 50, 100, 10, 20, 30. ഓക്കെ, അപ്പോൾ ഇത് സം ഈസ് ഈക്വൽ ടു 660. അതാണ് ഞാൻ പറഞ്ഞത് നേരത്തെ. സം നമ്മൾ 0 ഇവിടെ കൊടുത്തതേ ഉള്ളൂ. ഇവിടെ നമ്മൾ ഓരോ സമ്മ് ആദ്യത്തെ കുട്ടിയുടേത് സം ചെയ്ത് പുറത്തിറങ്ങി, അതിനുശേഷം അടുത്ത കുട്ടിയുടെയും ആ സം അവിടെ ഇരിക്കുക, അതിൻ്റെ കൂടെയാണ് നമ്മൾ പിന്നെയും കൂട്ടുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ പിന്നെയും സമ്മിനെ നമ്മൾ 0 ആക്കണം. സം ഇസ് ഈക്വൽ ടു 0 ആക്കിയിട്ട് നമ്മൾ എഗെയിൻ നമ്മൾ ഇനിഷ്യലൈസ് ചെയ്യണം. സം ഇസ് ഈക്വൽ ടു 0 ആക്കി നമ്മൾ ഇനിഷ്യലൈസ് ചെയ്യണം. കാര്യം നമ്മൾ ഒരു കുട്ടിയുടേത് സം ചെയ്തു, അയാളുടെ പെർസെൻറ്റേജ് കണ്ടുപിടിച്ചതിന് ശേഷം അടുത്ത കുട്ടിയുടേത് കണ്ടുപിടിക്കാൻ വരുമ്പോഴത്തേക്കും സം അഗെയിൻ 0 ആക്കണം. ഓക്കെ, അപ്പോൾ അതാണ് സംഭവിച്ചത്. നോക്കാം. 25, 50, 75, 50, 50, 50, 100, 100, 100, 10, 20, 30. നമ്മൾ ഇപ്പം കണ്ടോ ഏത് ഇതിനെ വേണമെങ്കിൽ ഈ 00നെ നമുക്ക് നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. ഒരു 0.2f കൊടുത്തിട്ട് 0.2f 0.2f. ഓക്കെ,
25, 50, 75, 50, 50, 50, 100, 100, 100, 10, 20, 30. See, 150, 25, 75, 75, 150. Okay, and the average 50, 50, 50, 50, and average and the percentage 50. Okay, 50% ആണ്. 300-ൽ ഇതിൻ്റെ 100% ആണ്. 60 എന്ന് പറയുന്നത് ടോട്ടൽ 300-ൽ 60 എന്ന് പറയുന്നത് പെർസെൻറ്റേജ് 20% മാർക്സ് ആണ് ഉള്ളത്. ഓക്കെ, സോ ദിസ് ഈസ് ദ സൊല്യൂഷൻ. ഒരു പ്രോഗ്രാമും കൂടിയാണുള്ളത്, അത് ക്ലാസ് ആവറേജ്. ഓരോ സബ്ജക്റ്റിൻ്റെയും ക്ലാസ് ആവറേജ് വേണമെന്നുള്ളതാണ്. നമ്മൾ നേരത്തെ സ്റ്റുഡൻറ്റിൻ്റെ പെർസെൻറ്റേജ് ആണ് കണ്ടത്. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫസ്റ്റ് സ്റ്റുഡൻറ്റിൻ്റെ ഇങ്ങനെ നമ്മൾ ആഡ് ചെയ്തു, റോ വൈസ് ആഡ് ചെയ്തു. 0, 0, 0, 1, 0, 2 ആഡ് ചെയ്തു. എന്നിട്ട് ഡിവൈഡ് ബൈ 300 ഇൻറ്റു 100 ചെയ്തപ്പോൾ നമുക്ക് പെർസെൻറ്റേജ് കിട്ടി. ഇവിടെയും അതേപോലെയാണ് ചെയ്തത്. ഓരോന്നും റോ വൈസ് ആഡ് ചെയ്തു, ഡിവൈഡ് ബൈ 300 ഇൻറ്റു 100 ചെയ്തു. അപ്പം നമ്മൾ ഓരോ ലൂപ്പിൻ്റെ അകത്തും കയറി, ഔട്ടർ ലൂപ്പിൻ്റെ അകത്ത് കയറി വരുമ്പോഴത്തേക്ക് നമ്മൾ ആ ഓരോ സ്റ്റുഡൻറ്റിനെയാണ് ചെയ്യുന്നത്. അപ്പം ആ സ്റ്റുഡൻറ്റിന് റിലേറ്റഡ് ആയിട്ടുള്ളത് സം ചെയ്തു, എന്നിട്ട് പെർസെൻറ്റേജ് കണ്ടുപിടിച്ച് പ്രിൻ്റ് ചെയ്തിട്ടാണ് പിന്നെ അടുത്ത സ്റ്റുഡൻറ്റിലേക്ക് പോയത്. ഓക്കെ, അങ്ങനെയാണ് നേരത്തെ പ്രോബ്ലം നമ്മൾ ചെയ്തത്. ഇനി നമുക്ക് ഈ സെക്കൻഡ് പ്രോബ്ലത്തിലോട്ട് വരാം. ഓൾട്ടർ ദ പ്രോഗ്രാം സോ ദാറ്റ് ടു ഫൈൻഡ് ദ ക്ലാസ് ആവറേജ് ഓഫ് ഈച്ച് സബ്ജക്റ്റ്. അപ്പം സബ്ജക്റ്റ് ഇതാണ്, കോളം വൈസ് ആണ്. അപ്പോൾ ഈ കോളത്തിനെയാണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്. 0, 0, 1, 0, 2, 0, 3, 0, 0, 1, 1, 1, 2, 1, 3, 1. അപ്പോൾ ഇതിനെ നമ്മൾ ആഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് സം കിട്ടും. ആ സം ഡിവൈഡഡ് ബൈ 4 സ്റ്റുഡൻസ് അല്ലേ ഉള്ളത്. 4 ചെയ്യുമ്പോഴത്തേക്ക് ആ സബ്ജക്റ്റിൻ്റെ ആവറേജ് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് ചെയ്യാനുള്ളത്. നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് നമ്മൾ തൊട്ട് മുന്നേ ചെയ്ത ആ ഒരു പ്രോബ്ലമാണ്. അതിന് തന്നെ നമുക്കൊന്ന് ഓൾട്ടർ ചെയ്യാം. ഇവിടെ നമുക്കിനി ചെയ്യേണ്ടത്, ഇവിടെ നമ്മൾ ഓരോ സ്റ്റുഡൻറ്റിന് വൈസാണ്. ഇവിടെ നമ്മൾ സബ്ജക്റ്റിന് വെച്ചിട്ടാണ് പോകുന്നത്. അപ്പം ഇത് 3 വരെ നമുക്ക് I3 വരെ പോകാം. ഇവിടെ നമുക്ക് സ്റ്റുഡൻറ്റിന് രീതിയിൽ 4 വരെ പോകാം. ഓക്കെ, അപ്പോൾ 0, 1, 2 അങ്ങനെ 3 സബ്ജക്റ്റിൻ്റെ കേസ് ഇവിടെ വരും. ഇവിടെ സ്റ്റുഡൻറ്റിൻ്റെ കേസ് 0, 1, 2, 3 അങ്ങനെ അവിടെ വരും. അപ്പോൾ സം ചെയ്യേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പം 0, 1, 1, 0, 0, 1, 0, 2, 0 അങ്ങനെയാണ് പോകേണ്ടത്. അപ്പോൾ 0 ഇവിടെ ഉണ്ട്. അപ്പം 1, 2, 3, 4 ഇവിടെയും ഉണ്ട്. ഓക്കെ, 0, 1, 2, 3, 4 ഇവിടെയും ഉണ്ട്. അപ്പം ഇവിടെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ IJ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 0, 0, 0, 1, 0, 2 എന്നായി പോകും. അപ്പം ഇവിടെ IJ എന്നാവരുത്. IJ എന്നായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ചെയ്യുന്നത് പോലെ ഇങ്ങനെയായിരിക്കും, റോ വൈസ് 0, 0, 0, 1, 0, 2, 0, 3 വരെ പോകും. 0, 3 എന്ന് പറഞ്ഞാൽ എൻട്രിയും ഇല്ല. ഓക്കെ, അപ്പം പിന്നെ ഇവിടെ ശരിക്കും നമ്മൾ റിവേഴ്സ് ചെയ്യണം. ഇപ്പം ജെയും ഇവിടെ ഐയും നമുക്ക് കിട്ടാൻ എങ്ങനെ വരും നമുക്ക് നോക്കാം. ജെയുടെ ആദ്യത്തെ വാല്യൂ 0 ആണ്, ഐയുടെ ആദ്യത്തെ വാല്യൂ 0. അപ്പോൾ 0, 0 ആയിരിക്കും ആദ്യം ആഡ് ചെയ്യുക. പിന്നെ അത് കഴിഞ്ഞിട്ട് വരുമ്പോഴത്തേക്കും ഇവിടെ 1, ഇവിടെ 1. അപ്പം I 0 തന്നെയാണ്, J 1 ആയി. അപ്പം 1, 0, പിന്നെ 2, 0, 3, 0, 3, 0. അപ്പം 0, 0, 1, 0, 2, 0, 3, 0 അന്ന് നമുക്കിതിനെ ആഡ് ചെയ്തെടുക്കാം. അതല്ലേ നമുക്ക് വേണ്ടതും. ഓക്കെ, അടുത്ത ഐയുടെ വാല്യൂ 1 ആകുമ്പോഴത്തേക്കും ഇവിടെ ഐയുടെ വാല്യൂ 1 ആകുമ്പോഴത്തേക്കും 0, 1, 1, 1, 2, 1, 3, 1. അപ്പോൾ അങ്ങനെ ഓരോന്നിൻ്റെയും മാർക്കിനെയും ആഡ് ചെയ്യും. സോ ഇറ്റ്സ് ഗോസ് ഓൺ. ഓക്കെ, അപ്പോൾ 3 സബ്ജക്റ്റിൻ്റെയും നമുക്ക് സം അവിടെ കിട്ടുകയാണ്. അപ്പം ഓരോ പ്രാവശ്യം സമ്മിനെ കിട്ടുന്നു. ഇവിടെ നമുക്കിനി പെർസെൻറ്റേജ് അല്ല കിട്ടേണ്ടത്, കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ നമ്മൾ ആവറേജ് ആണ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, AVG. ഓക്കെ, ഇവിടെയും നമ്മൾ AVG ചെയ്യുന്നു. ഈക്വൽ ടു
sum by 300 into 100 അല്ലല്ലോ നമുക്ക് വേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്മ് നമ്മുടെ കയ്യിലുണ്ട്, ഡിവൈഡ് ബൈ 4 ഓക്കെ. ഇവിടെ ആവറേജ് is equal to AVG. ഓക്കെ, ഒന്ന് നോക്കാം കിട്ടുമോ എന്നുള്ളത്. മാർക്സ് നമ്മൾ എൻട്രി ചെയ്യും, നേരത്തെ പോലെ തന്നെ നമുക്കൊന്ന് എൻട്രി ചെയ്യാം. 25, 50, 75, 50, 50, 20, 40, okay, 55, 65, 75, 90, 80, 70. ശരി, നമുക്ക് നോക്കാം ഇതിലെയാ. ഇത് മൂന്നും കൂടി ആഡ് ചെയ്യുമ്പോഴത്തേക്കും 25, 125, 150. ഓക്കെ, സോറി, നമുക്ക് ആ മൂന്നിനെയല്ല ആഡ് ചെയ്യേണ്ടത്, ഇങ്ങനെയാണ് ആഡ് ചെയ്യേണ്ടത്. ഓക്കെ, 90, 50, 105, 130, 220. ഓക്കെ, 220. ഇപ്പോൾ 220 വന്നു. ഇനി 220 ഡിവൈഡ് ബൈ 4 എന്ന് പറയുമ്പോഴത്തേക്കും 220 ഡിവൈഡ് ബൈ 4, ഓക്കെ, 55. then 2, 15, 50, 20, 70, 70, 100, 135, 200, 215. Okay, 215 divided by 4 is 53.75. okay, then 75, 40, 75 and 70. Okay, 75, 40, 75, 70, 260. Yes, it is 260 divided by 4, 65. Okay, thank you.